ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ലേണിനോ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബാറ്ററി ചാർജർ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് MCQs ആണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ക്ലാസ്സുകളിൽ കണ്ടിട്ടുണ്ട് എന്താണ് ബാറ്ററി ചാർജർ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചാർജിങ് എല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ എന്താണ് ഇതിനകത്ത് വരുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ബാറ്ററി ചാർജർ ആക്ട് ലൈക്ക് ഒരു ബാറ്ററി ചാർജർ എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ? എന്തായിട്ടായിരിക്കും ആക്ട് ചെയ്യുക ഒന്ന് ആലോചിച്ച് നോക്കിയേ. ബാറ്ററി ചാർജർ ആക്ട് ലൈക്ക് എന്താണ്? ഓപ്ഷൻ എ കൺവേർട്ടർ, ഓപ്ഷൻ ബി റെക്ടിഫയർ, ഓപ്ഷൻ സി സൈക്ലോ കൺവേർട്ടർ, ഓപ്ഷൻ ഡി ചോപ്പർ. അപ്പോൾ ഒരു ബാറ്ററി ചാർജർ എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? റെക്ടിഫയർ ആയിട്ടാണ് അത് ആക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഒരു ബാറ്ററി ചാർജർ എന്താണ്? ഈസ് എ DC പവർ സപ്ലൈ സോഴ്സ് ആണ് അല്ലേ. ബാറ്ററി ചാർജർ ഈസ് എ DC പവർ സപ്ലൈ സോഴ്സ് ആണ്. അവിടെ എന്തൊക്കെയുണ്ട്? നമ്മൾ ആ ഡയഗ്രാം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ചാർജറിൻ്റെ. അപ്പോൾ എന്താണ്? ഒരു ട്രാൻസ്ഫോമർ അല്ലേ. അതെന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ആദ്യത്തെ പാർട്ട് തന്നെ എന്താണ്? ട്രാൻസ്ഫോമറിൻ്റെ, അതായത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഹിയർ എ ട്രാൻസ്ഫോമർ ഈസ് യൂസ്ഡ് ടു സ്റ്റെപ്പ് ഡൗൺ ദ AC മെയിൻസ് ഇൻപുട്ട് വോൾട്ടേജ് ടു ദ റിക്വയർഡ് ലെവൽ ആസ് പെർ ദ റേറ്റിംഗ് ഓഫ് ദ ട്രാൻസ്ഫോമർ. പിന്നെ എന്താണ്? ദ ട്രാൻസ്ഫോമർ ഈസ് ഓൾവേസ് എ ഹൈ പവർ ടൈപ്പ് ആയിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ ഹൈ കറന്റ് ഔട്ട്പുട്ട് അല്ലേ. മിക്കവാറും നമ്മൾ എന്താ ലെഡ് ആസിഡ് ബാറ്ററിൻ്റെ കേസൊക്കെ എടുക്കുമ്പോൾ എന്തിനാണ് അവിടെ ഹൈ കറന്റ് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അതുകൂടാതെ അടുത്ത ഭാഗം, ഇപ്പോൾ ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്, യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോമർ ഏതാണ്? ആ പാർട്ടിൽ നമ്മൾ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടല്ലോ അതിൻ്റെ ഡയഗ്രമാറ്റിക്കൽ റെപ്രസെൻറ്റേഷനൊക്കെ. അതിനകത്ത് എന്താ വന്നിട്ടുള്ളത്? ഒരു ട്രാൻസ്ഫോമർ, അതായത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യും. അടുത്തത് എന്താണ്? ഒരു റെക്ടിഫയർ കോൺഫിഗറേഷൻ ഉണ്ട് അല്ലേ. അതായത് ലോ വോൾട്ടേജ് AC ഇൻറ്റു എന്താ ചെയ്യുന്നത്? DCയിലേക്ക് അല്ലേ. അതായത് കൺവേർട്ട്. നമ്മൾ എന്താണ് റെക്ടിഫയറിൻ്റെ മെയിൻ ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ ഫംഗ്ഷൻ? AC ടു DC ആയി കൺവേർട്ട് ചെയ്യുന്നത് സ്മൂത്ത് ആയിട്ട് അല്ലേ. പിന്നെ അടുത്തത് എന്താണ്? അതിന് ഓരോന്നും ചോപ്പർ ഉണ്ട്, അതുപോലെ സൈക്ലോ കൺവേർട്ടർ ഉണ്ട്. ഇതിൻ്റെ ഓരോ പാർട്ടുകളും നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു തന്നെയാണ്. അപ്പോൾ ഓരോന്നും നന്നായി നോക്കി പോവുക. അപ്പോൾ ഒരു ബാറ്ററി ചാർജർ എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? ഒരു റെക്ടിഫയർ ആയിട്ടാണ് അത് ആക്ട് ചെയ്യുന്നത്. Question number 2, the type of transformer used in battery charger is. Again എന്താണ്? നമ്മൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലേ. ഏത് ടൈപ്പ് അല്ലേ ബാറ്ററി ചാർജറിൽ യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോമർ ഏത് ടൈപ്പ് ട്രാൻസ്ഫോമർ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമർ യൂസ്ഡ് ഇൻ ബാറ്ററി ചാർജർ ഏതാണെന്നാണ്. ഓപ്ഷൻ എ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ, ഓപ്ഷൻ ബി കറന്റ് ട്രാൻസ്ഫോമർ, ഓപ്ഷൻ സി സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, ഓപ്ഷൻ ഡി പൾസ് ട്രാൻസ്ഫോമർ. ഏത് ട്രാൻസ്ഫോമർ ആണ് ഒരു ബാറ്ററി ചാർജറിൽ യൂസ് ചെയ്യുന്നത്? അത് ഏതാണ്? നമ്മുടെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. അത് ഏതാണ് യൂസ് ചെയ്യുന്നത്? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. അപ്പോൾ ഏത് ട്രാൻസ്ഫോമർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ബാറ്ററി ചാർജറിൽ യൂസ് ചെയ്യുന്നത്? സാധാരണ നമുക്കറിയാം ഒരു ചാർജിങ് ബാറ്ററിയിൽ എന്തൊക്കെയുണ്ട്? ട്രാൻസ്ഫോമർ ഉണ്ട്, റെക്ടിഫയർ സർക്യൂട്ട് ഉണ്ട്, അമീറ്റർ ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോമർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. ഓർത്ത് വെക്കുക, ഏതാണ്? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. ബാക്കിയെല്ലാം നമ്മുടെ സർക്യൂട്ടിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. Question number 3, which are the gases that get precipitated in the form of bubbles when the battery is overcharged? അതായത് നമ്മുടെ ബാറ്ററി ഓവർചാർജ് ആയി കഴിഞ്ഞാൽ അല്ലേ, നമുക്കറിയാം നമ്മുടെ ബാറ്ററി ഓവർചാർജ് ആവുന്ന ഒരു കേസ് ഉണ്ടല്ലോ. ആ കേസിൽ എന്ത് ചാർജാണ് അവിടെ ഉണ്ടാവുന്നത്? നോക്കിയോ, ഗ്യാസസ് ദാറ്റ് ഗെറ്റ് precipitated in the form of bubbles when the battery is overcharged. ബാറ്ററി ഓവർചാർജ്ഡ് ആകുമ്പോൾ അവിടെ എന്ത് ഗ്യാസാണ് precipitate ആവുന്നത്? ഓപ്ഷൻ എ ഹൈഡ്രജൻ ആൻഡ് ഹീലിയം, ഓപ്ഷൻ ബി നൈട്രജൻ ആൻഡ് ഹീലിയം, ഓപ്ഷൻ സി ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ, ഓപ്ഷൻ ഡി നൈട്രജൻ ആൻഡ് ഓക്സിജൻ. ഏത് ഗ്യാസസ് ആണ് വരുന്നത്? ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ആണ്. ഏതാണ്? ഹൈഡ്രജനും ഓക്സിജനും ആണ് ഓർത്ത് വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഒരു ഗ്യാസസ് അല്ലേ ഇൻവോൾവ് ചെയ്യുന്നത് ഏതാണ്? ഓവർചാർജ് ചെയ്യുമ്പോൾ നമ്മൾ ഓവർചാർജിങ് ആവരുത് എന്നൊക്കെ പറയും അല്ലേ ബാറ്ററിയുടെ കേസ് എടുക്കുമ്പോൾ, ചാർജ് ചെയ്യുമ്പോൾ. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന ബബിൾസ് അല്ലേ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ബബിൾസ് ആണ് ഓവർചാർജ് ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്നത്. ഓക്കെ, ഏതൊക്കെയാണ്? എക്സിസ്യൂ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ബബിൾസ് ഡ്യൂ ടു ഓവർചാർജിങ് മേ വാഷ് എവേ ആക്റ്റീവ് മെറ്റീരിയൽ ഓൺ ദ പ്ലേറ്റ് ഡിക്രീസിങ് ദ ചാർജിങ് റേറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഓവർചാർജിങ് അവോയ്ഡ് ചെയ്തിരിക്കണം. Question number 4, which of the following help in the identification of state
ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദി സ്റ്റേറ്റ് ഓഫ് ദി ബാറ്ററി. താഴെ തന്നിട്ടുള്ളത് ഏതാണ് നമ്മുടെ ബാറ്ററിയുടെ സ്റ്റേറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഏതായിരിക്കും? സ്റ്റേറ്റ് ഐഡൻറ്റിഫിക്കേഷൻ്റെ കേസിൽ വരുന്നത് ഏതായിരിക്കും? ഓർത്ത് നോക്കിയേ. ഓപ്ഷൻ എ ലാറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ, ഓപ്ഷൻ ബി എൻട്രോപ്പി, ഓപ്ഷൻ സി ലാറ്റൻറ്റ് ഹീറ്റ് ഓഫ് ദി കൂളിംഗ്, ഓപ്ഷൻ ഡി സ്പെസിഫിക് ഗ്രാവിറ്റി. ഏതാണ് എന്താണ് ഏതാണ് ഹെൽപ്പാക്കുന്നത് അതല്ലേ ചോദിച്ചിട്ടുള്ളത്. അതായത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹെൽപ്പ് ഇൻ ദ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദി സ്റ്റേറ്റ് ഓഫ് ബാറ്ററിയുടെ സ്റ്റേറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയാണ്. ഏതാണ്? സ്പെസിഫിക് ഗ്രാവിറ്റിയാണ്. അതായത് ദ സ്റ്റേറ്റ് ഓഫ് ദ ബാറ്ററി ചാർജ് ഈസ് ചെക്ക്ഡ് അല്ലേ. നമ്മൾ ബാറ്ററി ചാർജ്ഡ് ആണോ അല്ലേ ഒന്ന് ചെക്ക് ചെയ്യുന്നത് ബൈ യൂസിങ് എന്താണ് അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി വെച്ചിട്ടാണ് അല്ലേ. ദ സ്റ്റേറ്റ് ഓഫ് ദ ബാറ്ററി ചാർജർ ഈസ് ചെക്ക്ഡ് മോസ്റ്റ്ലി കോമൺലി ബൈ എന്ത് വെച്ചിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്? സ്പെസിഫിക് ഗ്രാവിറ്റി വെച്ചിട്ടാണ് അല്ലേ. അപ്പോൾ അതിനകത്ത് എന്താണ് ടെമ്പറേച്ചറും അവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട് അല്ലേ. ദ ടെമ്പറേച്ചർ ഈസ് ആൾസോ റെക്കോർഡഡ് ആൻഡ് ദ ഗ്രാവിറ്റി റീഡിങ് ഈസ് കറക്റ്റഡ് അക്കോർഡിംഗ്ലി. This is then compared with the charge supplied by the battery manufacturer to ascertain whether the battery need to be charged or not. അപ്പോൾ ഈ സ്പെസിഫൈ ഗ്രാവിറ്റി വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബാറ്ററി ചാർജ് ആണോ അല്ലയോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ. Question number 5. In ideal case, the charging current of 200 ampere hour battery build would be. അതായത് ഒരു ഐഡിയൽ കേസിൻ്റെ കേസ് നമ്മൾ കുറച്ച് കേസുകളൊക്കെ കൺസിഡർ ചെയ്യില്ലേ. അപ്പോൾ ഒരു ഐഡിയൽ കേസിൽ ഒന്നും ചെയ്യാതെ വർക്കൊന്നും ചെയ്യാതെ ഒരു ഐഡിയൽ കേസിൽ വെക്കുകയാണ് നമ്മുടെ ബാറ്ററീനെ. അപ്പോൾ ചാർജിങ് കറണ്ട് ഓഫ് 200 ആംപിയർ അവർ ബാറ്ററി വുഡ് ബി അത് എങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ചാർജിങ് കറണ്ട് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ 10 ആംപ്സ്, ഓപ്ഷൻ ബി 12 ആംപ്സ്, ഓപ്ഷൻ സി 15 ആംപ്സ്, ഓപ്ഷൻ ഡി എത്രയാണ്? 20 ആംപ്സ്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്താണ്? 20 ആംപ്സ് ആണ് വരുന്നത് കേട്ടോ. ഏതാണ്? 20 ആംപ്സ് ആണ്. അതായത് ഒരു ചാർജിങ് കറണ്ട് ഷുഡ് ബി 10% ഓഫ് ദി ആംപിയർ അവർ റേറ്റിംഗ് ഓഫ് ദ ബാറ്ററി ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റ് ആണ് കേട്ടോ. അപ്പോൾ എന്താണ് ചാർജിങ് കറണ്ട് എങ്ങനെയായിരിക്കണം? ചാർജിങ് കറണ്ട് ഷുഡ് ബി ഓർത്ത് വയ്ക്കുക എങ്ങനെയാണ്? 10%. എങ്ങനെയാണ്? 10% ഓഫ് ദി ആംപിയർ അവർ റേറ്റിംഗ് ഓഫ് ബാറ്ററി ആണ് ചാർജിങ് കറണ്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചാർജിങ് കറണ്ട് ഓഫ് 120 ആംപിയർ അവർ ബാറ്ററി എങ്ങനെയായിരിക്കും? അപ്പോൾ എങ്ങനെയായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. 120 ആംപിയർ അവറിൻ്റെ കേസ് എടുക്കുമ്പോൾ 200 നമ്മുടെ ക്വസ്റ്റ്യനിൽ 120 അല്ല അല്ലേ. അപ്പോൾ അതൊരു മിസ്റ്റേക്കാണ്. ചാർജിങ് കറണ്ട് ഓഫ് എന്താണ് നമുക്ക് വേണ്ടത്? 200 ആണ് കേട്ടോ. ഇവിടെ ഒരു മിസ്റ്റേക്ക് വന്നതാണ്. എന്താണ് അവിടെ വേണ്ടത്? 200 ആംപിയർ അവർ ബാറ്ററി ആണ് വേണ്ടത്. അപ്പോൾ ആംപിയർ അവർ ബാറ്ററി എന്തായിരിക്കും? 200 ഇൻറ്റു എങ്ങനെയായിരിക്കും? 10 അല്ലേ. എങ്ങനെയാണ് വരുന്നത്? 200 ഇൻറ്റു 10/100 അല്ലേ. 200 ഇൻറ്റു എങ്ങനെയാണ് വരുന്നത്? 200 ഇൻറ്റു 10/100 ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ എത്രയാണ് വരുന്നത്? എത്രയാണ് വരിക? ചെയ്ത് നോക്കുമ്പോൾ അതെത്രയാണ്? 20 ആണ്. അപ്പോൾ എത്രയാണ് വരുന്നത്? 20 ആംപിയർ ആണ് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? 120 അല്ല കേട്ടോ. അപ്പോൾ എന്താണ് ഒരു ഐഡിയൽ കേസിൽ ചാർജിങ് കറണ്ട് ഓഫ് 200 ആംപിയർ അവർ ബാറ്ററി എന്ന് പറയുമ്പോൾ അത് എത്രയാണ്? 20 ആംപിയർ ആണ്. ഓർത്ത് വയ്ക്കുക. ഓക്കെ. Next question. Question number 6. Number of cell connected in series provided dash. നമ്മുടെ ബാറ്ററീനെ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്? അതായത് ഹൈ വോൾട്ടേജ് ആണോ, ഹൈ കറൻറ്റ് ആണോ നമുക്ക് കിട്ടുന്നത്, അതുപോലെ ഹൈ പവർ ആണോ, ഇങ്ങനെയാണ് നമുക്ക് ഒരു ബാറ്ററീനെ സീരീസ് ആയി കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്പർ ഓഫ് സെൽസ് കണക്റ്റഡ് ഇൻ സീരീസ് പ്രൊവൈഡ് എന്നാണ്? ഓപ്ഷൻ എ ഹൈ കറൻറ്റ് ക്യാരിയിങ് കപ്പാസിറ്റി, ഓപ്ഷൻ ബി ഹയർ വോൾട്ടേജ്, ഓപ്ഷൻ സി ഹയർ പവർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബോവ്. അപ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്നത്? നമ്പർ ഓഫ് സെൽ കണക്റ്റഡ് ഇൻ സീരീസ് ആയി കണക്ട് ചെയ്താൽ എങ്ങനെയാണ്? സീരീസ് കണക്ഷൻ കാണുന്നില്ലേ? നമുക്കറിയാം സീരീസ് ആയി കണക്ട് ചെയ്യുമ്പോൾ അവിടെ എന്താണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്? ഹൈ വോൾട്ടേജ് ആണ്. എന്താണ് കിട്ടുന്നത്? ഹയർ വോൾട്ടേജ് ആണ് നമുക്ക് കിട്ടുന്നത്. ഓർത്ത് വയ്ക്കുക കേട്ടോ. ദ സെൽസ് കണക്റ്റഡ് ഇൻ സീരീസ് പ്രൊവൈഡ് ഹയർ വോൾട്ടേജോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റ് ആണത്. നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. പാരലൽ ആണെങ്കിൽ അവിടെ കറന്റ് ആയിരിക്കും. Question number 7. Which of the following decreases within turn decreases the charging rate? താഴെ തന്നിട്ടുള്ളത് അല്ലേ. Which of the following decreases within turn decreases the charging rate എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ടെമ്പറേച്ചർ, ഓപ്ഷൻ ബി പ്രഷർ, ഓപ്ഷൻ സി എൻതാൽപ്പി, ഓപ്ഷൻ ബി എൻട്രോപ്പി. അപ്പോൾ ഏതാണ്? Which of the following decreases within turn decreases the charging rate എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് മെയിൻ ഫാക്ടർ ഓർത്ത് വെച്ച് the main factor affecting the charging
ഈസ് ദി എന്താണ് ചാർജിങ്ങിൻ്റെ മെയിൻ ഫാക്ടർ എന്താണ് നമുക്കറിയാം, അതെന്താണ് ടെമ്പറേച്ചർ ആണ്. മെയിൻ ഫാക്ടർ എഫക്റ്റിംഗ് ചാർജിങ് എന്ന് പറഞ്ഞാൽ അതെന്താണ് ടെമ്പറേച്ചർ ആണ്. അതായത് ചാർജിങ് റേറ്റ് ഡിക്രീസ് ചെയ്യുക വിത്തിൻ എ ഡിക്രീസിങ് ഇൻ ടെമ്പറേച്ചർ ആൻഡ് വൈസ് വേഴ്സ. ദാറ്റ് മീൻസ് എ ബാറ്ററി അറ്റ് എ ഹയർ ടെമ്പറേച്ചർ വുഡ് ടേക്ക്. നമ്മുടെ ടെമ്പറേച്ചറിൻ്റെ നമ്മളൊരു ബാറ്ററി എടുത്തു എന്ന് വെച്ചോളൂ, ആ ബാറ്ററിയിൽ എന്താണ് ഹൈ ടെമ്പറേച്ചർ ആണെന്ന് വിചാരിക്കുക. അതെന്താണ് ലെസ് ടൈം ഫോർ ചാർജിങ്. ടെമ്പറേച്ചർ കൂടിയ സമയത്ത് എന്താണ് ലെസ് ടൈമാണ് എടുക്കുക ചാർജ് ചെയ്യാൻ. ഓൾ അതർ കണ്ടീഷൻ റിമെയിൻ സെയിം. ബാക്കിയെല്ലാം അതേപോലെ തന്നെയാണ്. അപ്പോൾ മെയിൻ ആയിട്ട് എന്താണ് ചാർജിങ് ഡിക്രീസസ് ദ ചാർജിങ് റേറ്റിനെ കൺസിഡർ ചെയ്യുന്നത് ഏതാണ്, അതിൻ്റെ ടെമ്പറേച്ചർ ആണ്. ഓപ്ഷൻ എ ആണ്. ഏതാണ് ടെമ്പറേച്ചർ ആണ് അത് കൺസിഡർ ചെയ്യുന്നത്. ഏതാണ് ടെമ്പറേച്ചർ ആണ്. എന്താണ് ദ മെയിൻ എന്താണ് ഡിക്രീസസ് ദ ചാർജിങ് റേറ്റിനെ എഫക്ട് ചെയ്യുന്നത് ഏതാണ് ടെമ്പറേച്ചർ ആണെന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 8. വാട്ട് are the total hours taken by the battery to charge completely? എന്താ ചോദിച്ചിട്ടുള്ളത്, ഒരു ടോട്ടൽ അവേഴ്സ് ഒരു ബാറ്ററി കംപ്ലീറ്റ് ആയി ചാർജ് ചെയ്യാൻ എടുക്കുന്ന ടോട്ടൽ അവേഴ്സ് എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്. അത് ആക്ച്വലി എന്താണ് 5 to 7 hours ആണോ, 7 to 10 hours, 12 to 20 hours, 20 to 25 hours. അത് നിയർലി എത്രയാണ് 12 to എന്താണ് 12 to എത്രയാണ് വരുന്നത് 12 to കേസ് വരുമ്പോൾ എങ്ങനെയാണ് നോക്കിയേ ആൻസർ എന്താ വന്നിട്ടുള്ളത് 12 to 20 hours ആണ്. അതായത് ഒരു ബാറ്ററി ജനറൽ ആയിട്ട് കേട്ടോ, അത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, പക്ഷെ എന്താണ് ജനറലി കൺസിഡർ ചെയ്യുന്ന ടൈം എത്രയാണ് 12 to 20 hours ഫോർ റീചാർജിങ് എ ബാറ്ററി. അത് ഡിപ്പെൻഡിങ് ഓൺ കണ്ടീഷൻ ഒരു ബാറ്ററിന് അനുസരിച്ചിരിക്കും, പക്ഷെ ജനറൽ ആയിട്ട് നമ്മൾ എടുക്കുന്ന കൺസിഡറേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 to 20 hours ആണെന്ന് ഓർത്ത് വെക്കുക. എത്രയാണ് 12 to 20 hours ആണെന്ന് ഓർത്ത് വെക്കണം കേട്ടോ. Question number 9. Which among the following is not a factor affecting the charging of the battery? താഴെ തന്നിട്ടുള്ളത് അല്ലേ is not a factor എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് പറഞ്ഞിട്ടുള്ളത് is not a factor അല്ലേ factor affecting the charging of the battery എന്നാണ് പറഞ്ഞിട്ടുള്ളത്. താഴെ തന്നിട്ടുള്ളത് ഏതാണ് ഫാക്ടർ അല്ലാത്തത്? State of charge, B. Gauging, C. Temperature, D. Discoloring of electrolyte. ഏതാണ് വരുന്നത് discoloring of electrolyte ആണ് കേട്ടോ. അതായത് the factor affecting the charging of battery എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് നമുക്ക് ആദ്യം ഓർത്ത് വെക്കണം. എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ്? ഒന്ന് ടെമ്പറേച്ചർ, അതുപോലെ ഏരിയ ഓഫ് പ്ലേറ്റ്, സ്റ്റേറ്റ് ഓഫ് ചാർജ്, ഗേസിംഗ്, impurities, corrosion of thermal and clamps where the discoloring of the electrolyte has no effect of charging the battery. അപ്പോൾ ഫാക്ടേഴ്സ് affecting the charging of battery ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതൊക്കെയാണ്? ടെമ്പറേച്ചർ, ഏരിയ ഓഫ് പ്ലേറ്റ്, സ്റ്റേറ്റ് ഓഫ് ചാർജ്, ഗേസിംഗ്, impurities അല്ലേ impurities, corrosion of thermal and clamps. അതൊക്കെ എന്തിനാണ്? അതൊക്കെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. പക്ഷേ എന്താണ് ഡിസ്കളറിങ് ഓഫ് ദി ഇലക്ട്രോലൈറ്റ് എന്താണ് എഫക്റ്റ് ചെയ്യില്ല. ബാറ്ററിൻ്റെ ചാർജിനെ എഫക്റ്റ് ചെയ്യാത്തത് ഏതാണ്? ഡിസ്കളറിങ് ഓഫ് ഇലക്ട്രോലൈറ്റ് ആണ്. ബാക്കി എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഒക്കെ തന്നിട്ടുണ്ട്, ഓർത്ത് വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെ ഫാക്ടേഴ്സ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? ടെമ്പറേച്ചർ, ഏരിയ ഓഫ് പ്ലേറ്റ്, സ്റ്റേറ്റ് ഓഫ് ചാർജ്, ഗേസിംഗ്, impurities, corrosion of thermal and clamps. അതൊക്കെ എന്താണ് ഫാക്ടേഴ്സ് എഫക്റ്റ് ചെയ്യും. ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ എഫക്റ്റ് ചെയ്യാത്ത ഒരേ ഒരാൾ മാത്രം ഏതാണ്? ഡിസ്കളറിങ് ഓഫ് ഇലക്ട്രോലൈറ്റ് ആണെന്ന് ഓർത്ത് വെക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ബാറ്ററി ചാർജർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ആ ഒരു നമ്മുടെ കൺസ്ട്രക്ഷൻ വേസിൽ വരുന്ന ഓരോ കാര്യങ്ങളും നന്നായി നോക്കി പോകണം. നമ്മൾ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്നുള്ള രീതിയിലൊക്കെ ഉള്ളത്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചാർജിങ്ങും എല്ലാം നന്നായി നോക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്താണ് ഈ ഒരു ഏരിയയിൽ നിന്ന് നന്നായി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.